മെയിൻ കാര്യം എന്താ വെച്ചാൽ നമ്മൾ വീട് താമസം മാറുന്നതിന് മുന്നേ തന്നെ കുറച്ച് കിളികളൊക്കെ അവർ ഓൾറെഡി ഷിഫ്റ്റ് ചെയ്തു. നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ കിളികളും കുട്ടികളും ഉണ്ട്. അത് നമ്മുടെ കുട്ടികൾക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നല്ലൊരു സ്പേസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തു. എലിവേഷൻ ഡിസൈൻ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിരുന്നത് വൈറ്റും ടെറാക്കോട്ടും തമ്മിലുള്ള ഒരു കോമ്പിനേഷനാണ് കളറ്. കറക്റ്റ് ആ ഒരു കോമ്പിനേഷൻ തന്നെ വന്നിട്ടുണ്ട് ഡിസൈൻ. ഡിസൈനിൽ അത് ഇൻക്ലൂഡ് ചെയ്യുന്നതിനൊപ്പം കറക്റ്റ് ബാലൻസും ഉണ്ട്. അത് ഈ സൈഡിലും വന്നിട്ടുണ്ട്, അപ്പുറത്തെ സൈഡിലും അതേപോലെ തന്നെ ഡിസൈൻ വന്നിട്ടുണ്ട്. ടെറാക്കോട്ടയും വൈറ്റും തമ്മിലുള്ള കോമ്പിനേഷൻ. അതേപോലെ തന്നെ എല്ലാ എലമെൻസിലും ആ ഒരു സെയിം തീം വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ആ ഒരു മുകളിലുള്ള ഡിസൈൻ അതെല്ലാ കാർ പോർച്ചിലും വന്നിട്ടുണ്ട്, ഗേറ്റിലും എല്ലാത്തിലും ആ സെയിം എലമെൻറ്റ്സ് ഒരു തീം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് വളരെ ഇഷ്ടമായി. നമ്മൾ 2020-21 ടൈമിലാണ് വീട് പണിയുന്നതിനെ പറ്റി ആലോചിച്ച് തുടങ്ങിയതും അതിന് പ്ലോട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ തുടങ്ങിയതൊക്കെ. ആ സമയത്ത് കൊറോണ ടൈമായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് സ്റ്റാർട്ടിങ് റിസർച്ച് പോലെ ചെയ്തിരുന്നു. കേരളത്തിൽ ആരാണ് ഇങ്ങനത്തെ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെയാണ് യൂട്യൂബിൽ നമ്മൾ കൺസെപ്റ്റ് ഡിസൈൻ സ്റ്റുഡിയോനെ പറ്റി അറിഞ്ഞത്. ആ ഒരു വീഡിയോസ് കണ്ടപ്പോൾ തന്നെ നമുക്ക് ആ വർക്കിൻ്റെ ഫിനിഷിങ്ങും ഒക്കെ മനസ്സിലായിരുന്നു. പിന്നെയാണ് കോണ്ടാക്ട് ചെയ്തത് കൺസെപ്റ്റിനെ. നമ്മൾ 3D റെൻഡറിങ്ങിൻ്റെ സമയത്ത് എങ്ങനെയൊക്കെ ഡിസൈൻ നമ്മളെ കണ്ടിരുന്നു, അതേപോലെ തന്നെ മാച്ചിങ് ആയിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഓരോ എലമെൻറ്റും അതായിട്ട് മാച്ച് ചെയ്തിട്ടുണ്ട്. ഈവൻ ഫർണിച്ചർ, പൊസിഷൻ, എല്ലാ എലമെൻറ്റും. അത് ഞങ്ങൾക്ക് വളരെ ഇഷ്ടമായി. നമുക്ക് എപ്പോഴും ഒരു ഡൗട്ട് ഉണ്ടാവും, 3D റെൻഡറിങ് കുറച്ച് ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഉണ്ടാവുമല്ലോ, അതുപോലെ തന്നെ വരുമെന്നുള്ളത്. പക്ഷേ ഈ ഡിസൈൻ കണ്ടപ്പോൾ നമുക്കത് 100% മാച്ചിങ് പോലെ ഫീൽ ചെയ്തു. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയകളിൽ ഒരു ഏരിയയാണ് ഈ ഓപ്പൺ ആയിട്ടുള്ള ഏരിയ. ഇത് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഒരു ഏരിയയെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഫാമിലി ലിവിങ് റൂമും ഡൈനിങ് ഏരിയയും പിന്നെ കിച്ചണും ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്പേസ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ, ഈവൻ കിച്ചണിൽ ആരെങ്കിലും വർക്ക് ചെയ്യണമെങ്കിലും ആരെങ്കിലും TV കാണണമെങ്കിലും ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാൻ വളരെയധികമുള്ള ഒരു ഏരിയ പോലെ. അതിൻ്റെ അടുത്ത് തന്നെ പാഷ്യോയും നമ്മുടെ ഉണ്ട്. അത് കാരണം നല്ല ലൈറ്റും വെന്റിലേഷനും ഒക്കെ ഉള്ള ഒരു ഏരിയ ആണ്.
അതുപോലെ തന്നെ നമ്മുടെ ഒരു റിക്വയർമെൻ്റ് ആയിരുന്നു ഒരു ഫാമിലി ഫോട്ടോ കൊളാഷ് വേണമെന്നുള്ളത്. അതും നമ്മൾ വിചാരിച്ച പോലെ തന്നെ നമുക്ക് ചെയ്തു തന്നു. അതിലിഷ്ടമായിരിക്കുന്നത് അതിൻ്റെ പെർഫെക്ഷനാണ്, കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല സ്കില്ല് വേണം അതങ്ങനെ സെറ്റ് ചെയ്യണമെങ്കിൽ. അപ്പോൾ വർക്കേഴ്സിൻ്റെ സ്കില്ല് അതിൽ ശരിക്കും നമുക്കറിയാൻ പറ്റും. നമ്മൾ കൺസെപ്റ്റ് ഡിസൈനിൻ്റെ കാര്യത്തിൽ തന്നെ അവരുടെ വീഡിയോസ് നമ്മൾ കണ്ടപ്പോൾ അവർ ലൈറ്റിനും നാച്ചുറൽ ലൈറ്റിനും വെന്റിലേഷനും വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഡിസൈനാണ് അവരെല്ലാത്തും നമുക്ക് മനസ്സിലായിരുന്നു. അത് നമ്മൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഇപ്പം നമ്മുടെ ഡിസൈൻ എല്ലാം കഴിഞ്ഞ് കാണുമ്പോൾ അത് എല്ലാവരും നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് അത് തന്നെയാണ്. നാച്ചുറൽ ലൈറ്റും വെന്റിലേഷനും ഭയങ്കര ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി വീട്ടിൽ ഫീൽ ചെയ്യുന്ന പോലെ എല്ലാവരും അഭിപ്രായം പറഞ്ഞു. എല്ലാവർക്കും ഈ വാഷ് ഏരിയയുടെ ഭാഗം ഭയങ്കര ഇഷ്ടമായി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉപയോഗിച്ച ആ ടൈലൊരു പ്രത്യേകതയുണ്ട്. ആ ഗ്രീൻ കളർ നല്ലൊരു അട്രാക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ആ ലൈറ്റുകളും അതെ, അതിന് മുകളിൽ വന്നിട്ടുള്ള ലൈറ്റുകളും ഒരു പ്രത്യേക ഡിസൈൻ ആയിട്ടുണ്ട്. കുറേ സെക്ഷൻസ് ഉണ്ട്. ഏതൊരു സെക്ഷനിലെ സ്റ്റാഫും കൺസെപ്റ്റിൻ്റെ അവരുടെ ആറ്റിറ്റ്യൂഡ് ഒരേപോലെയാണ്. ആ ഒരു പ്രൊഫഷണലിസം, ആ ഒരു കൾച്ചർ മൊത്തം കമ്പനി ഫോളോ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ നോട്ടീസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അത് അങ്ങനൊരു കൾച്ചർ ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാവണമെങ്കിൽ അത് ടോപ്പ് എന്ന് വരുന്ന ഒരു കൾച്ചറാണ്. അത് വളരെ നന്നായിട്ട് എനിക്ക് തോന്നുന്നു.